നമസ്കാരം. പ്രധാന വാർത്തകൾ. ഏലൂർ വ്യവസായ മേഖലയിലെ മാലിന്യ പ്രശ്നങ്ങൾ പഠിക്കാനുള്ള ഉദ്യോഗസ്ഥ സംഘത്തിന്റെ പരിശോധന തുടങ്ങി. കൊച്ചി ഏലൂർ വ്യവസായ മേഖലയിലെ മാലിന്യ പ്രശ്നങ്ങൾ പഠിക്കാനുള്ള ഉദ്യോഗസ്ഥ സംഘത്തിന്റെ പരിശോധന തുടങ്ങി. മേഖലയിൽ ആരോഗ്യ സർവേ നടത്തുന്നതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നതിന് മുന്നോടിയായാണ് പരിസ്ഥിതി സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ പരിശോധന. ആദ്യദിന പരിശോധനയിൽ തന്നെ പ്രധാന കമ്പനികളിലടക്കം ഗുരുതര മാലിന്യ പ്രശ്നങ്ങൾ കണ്ടെത്തിയെന്ന് സംഘത്തിനൊപ്പമുണ്ടായിരുന്ന പരിസ്ഥിതി പ്രവർത്തകർ പറഞ്ഞു. ഭർത്താവ് ഭാര്യയെ പാരകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി. കണ്ണൂർ കുടിയാൻമലയിൽ ഭാര്യയെ ഭർത്താവ് പാരകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി. നെല്ലിക്കുറ്റി സ്വദേശി നാരായണനാണ് ഭാര്യ ഭവാനിയെ കൊലപ്പെടുത്തിയത്. ഇവർ തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും അതേ തുടർന്നുണ്ടായ സംഘർഷത്തിനൊടുവിലുമാണ് നാരായണൻ ഭാര്യയെ കൊലപ്പെടുത്തിയതെന്നാണ് വിവരം. അതേസമയം നാരായണന് മാനസിക അസ്വാസ്ഥ്യം ഉണ്ടായിരുന്നതായി നാട്ടുകാർ പറയുന്നുണ്ട്. ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മൊഴിയെടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു. അതിനുശേഷം മാത്രമേ സംഭവത്തിൽ വ്യക്തത വരികയുള്ളൂ. ആലപ്പുഴയിൽ കണ്ടത് കുപ്രസിദ്ധ മോഷ്ടാവായ ബണ്ടിച്ചോറല്ല, ബണ്ടിച്ചോറിന്റെ രൂപസാദൃശ്യമുള്ള മാവേലിക്കര സ്വദേശി. ആലപ്പുഴയിൽ കണ്ടത് കുപ്രസിദ്ധ മോഷ്ടാവായ ബണ്ടിച്ചോറല്ലെന്ന് സ്ഥിരീകരിച്ച് പോലീസ്. ബണ്ടിച്ചോറിന്റെ രൂപസാദൃശ്യമുള്ള മാവേലിക്കര സ്വദേശി ഇൻഡോ ടിബറ്റൻ ബോർഡർ ഫോഴ്സിലെ ഉദ്യോഗസ്ഥനാണെന്ന് കണ്ടെത്തിയെന്ന് പോലീസ് അറിയിച്ചു. നീർക്കുന്നത്തെ ബാറിൽ നിന്നായിരുന്നു ബണ്ടിച്ചോറിന്റെ രൂപസാദൃശ്യമുള്ള ദൃശ്യം കഴിഞ്ഞ ദിവസം ലഭിച്ചത്. തുടർന്നായിരുന്നു പോലീസ് അന്വേഷണം. അമ്പലപ്പുഴ പോലീസിനാണ് ദൃശ്യങ്ങൾ ലഭിച്ചത്. അമ്പലപ്പുഴ നീർക്കുന്നത്തെ ബാറിൽ നിന്ന് മദ്യപിക്കുന്ന ദൃശ്യങ്ങളാണ് ലഭിച്ചത്. സംശയം തോന്നിയാൽ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് വണ്ടാനത്തും സമീപ പ്രദേശങ്ങളിലെ ഹോട്ടലുകളിലും പരിശോധന നടത്തിയ പോലീസ് പ്രദേശത്തെ CCTV ദൃശ്യങ്ങളും പരിശോധിച്ചു വരികയാണ്. ബണ്ടിച്ചോർ അവസാനമായി കോയമ്പത്തൂർ ജയിലിലായിരുന്നു. ഇയാൾ ജയിൽ മോചിതനായോ എന്നും പോലീസ് പരിശോധിക്കുകയാണ്. വിവിധ സംസ്ഥാനങ്ങളിലായി നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണ് ഹൈടെക് കള്ളനെന്നറിയപ്പെടുന്ന ബണ്ടിച്ചോർ. തിരുവനന്തപുരത്തെ മോഷണ കേസിലും കേരളത്തിൽ ഇയാൾ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. ലിവിംഗ് ടുഗദർ വിവാഹമല്ല, ഗാർഹിക പീഡനത്തിന് കേസെടുക്കാനുമാകില്ല. കേസ് റദ്ദാക്കി ഹൈക്കോടതി. ലിവിംഗ് ടുഗദർ ബന്ധങ്ങൾ വിവാഹമല്ലെന്നും പങ്കാളിയെ ഭർത്താവെന്ന് പറയാനാകില്ലെന്നും ഹൈക്കോടതി. നിയമപരമായി വിവാഹം കഴിച്ചാൽ മാത്രമേ ഭർത്താവെന്ന് പറയാനാകൂ. ലിവിംഗ് ടുഗദർ ബന്ധങ്ങളിൽ പങ്കാളി എന്നേ പറയാനാകുമെന്നും കോടതി പറഞ്ഞു. പങ്കാളിയിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ ശാരീരിക മാനസിക പീഡനമുണ്ടായാൽ ഗാർഹിക പീഡനത്തിന്റെ പരിധിയിൽ വരില്ല. IPC 498A പ്രകാരം കേസെടുക്കാനാകില്ലെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. എറണാകുളം സ്വദേശിയായ യുവാവിനെതിരെ കൊയിലാണ്ടി പോലീസ് രജിസ്റ്റർ ചെയ്ത ഗാർഹിക പീഡന കേസ് റദ്ദാക്കിയാണ് കോടതിയുടെ വിശദീകരണം. ട്രയൽ റണ്ണിൽ പങ്കെടുക്കില്ലെന്ന് ശശി തരൂർ. വിഴിഞ്ഞം ട്രയൽ റണ്ണിൽ പങ്കെടുക്കില്ലെന്ന് ശശി തരൂർ MP. താൻ തുറമുഖ പദ്ധതിയുടെ ശക്തമായ പിന്തുണക്കാരനാണെന്ന് പറഞ്ഞ ശശി തരൂർ ജനങ്ങളുടെ ന്യായമായ ആവശ്യങ്ങളിൽ പുരോഗതി ഉണ്ടായിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടി. നഷ്ടപരിഹാരത്തിനും പുനരധിവാസത്തിനും വേണ്ടിയുള്ള ജനങ്ങളുടെ ആവശ്യങ്ങളിൽ ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല. UDF സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ നിലവിലെ LDF സർക്കാർ പാലിച്ചില്ലെന്നും ശശി തരൂർ കുറ്റപ്പെടുത്തി.